അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇവിടെ കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ കരുതുന്നത് പിണറായിയുടെ ഏറ്റവും വലിയ ശത്രു അദ്ദേഹം തന്നെ കരുതുന്നത് താങ്കളാണെന്നാണ്. കാരണം ഒട്ടനവധി ആരോപണങ്ങളാണ് താങ്കൾ മിനിറ്റിന് മിനിറ്റിന് പിണറായിക്കും മകൾക്കുമെതിരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ താങ്കളോട് അങ്ങോട്ട് പറയുന്നു, പിണറായി എന്ന സിംഹത്തിന്റെ പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞു തുടങ്ങി എന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എം വി ഗോവിന്ദനെ പോലെ ഒരു സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ട് വിമർശനങ്ങളൊക്കെ ഉയർത്തി തുടങ്ങി. താങ്കളുടെ ഈ നിയമ പോരാട്ടം വിജയം കാണുന്നു? എനിക്ക് ഞാൻ ആർക്കെതിരെയാണ് പോരാടുന്നതെന്ന് നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ കേസുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് ഞാൻ വളരെ സത്യസന്ധമായി പറയല്ല, ഒരു വാശിക്ക് തുടങ്ങിയതാണെങ്കിലും ഇന്ന് ഇതെന്റെ കടമയായി മാറിയിരിക്കുന്ന കാരണം കേരള സമൂഹം ഇതെന്റെ ഉത്തരവാദിത്വമായി എന്നിൽ അർപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് വിജയം കാണാതെ എനിക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്നെ അത്രയേറെ ആളുകൾ എന്നെ ഫോണിലൂടെയും അല്ലാതെയും ഞാൻ എടുക്കുന്ന ഈ വിഷയത്തെ എന്നെ പിന്തുണയ്ക്കുകയും എൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിനായിരങ്ങൾ ഇന്ന് ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഉത്തരവാദിത്വമായി ഞാൻ കരുതുന്നു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയട്ടെ. തീർച്ചയായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ശക്തി കുറച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ 20 ലോക്സഭാ നിയോജക മണ്ഡലത്തിലെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം ഈ പ്രചരണത്തിനായി എത്തല്ലേ എന്ന് സ്ഥാനാർത്ഥികൾ പ്രാർത്ഥിച്ചത് എനിക്കറിയാം. വ്യക്തിപരമായി എന്നോട്, അതാരെന്ന് ഞാൻ പറയില്ല എങ്കിൽ പോലും എന്നോട് ഇയാൾ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ 2021 അവസ്ഥ എന്തായിരുന്നു? 2021 ഓരോ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ പോസ്റ്ററുകളിലും അതിന്റെ സൈഡിൽ NDAയുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇപ്പൊ UDFന്റെ സ്ഥാനാർത്ഥിയുടെ കൂടെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഉള്ള പോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ കൂടെ പിണറായി വിജയന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഈ എവിടെയെങ്കിലും 20 നിയോജകമണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ പറയാമോ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചരണ ബോർഡിനോടൊപ്പം ഒരിക്കലും പിണറായി വിജയന്റെ ഫോട്ടോ കണ്ടില്ലെന്ന് മാത്രമല്ല, പിണറായിയുടെ സാന്നിധ്യം പോലും അവർ ആഗ്രഹിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ പരാജയം നമുക്കറിയാം. കേരളത്തില് ആലത്തൂർ ഒഴികെ ഒറ്റ സീറ്റാണ് കിട്ടിയത്. ആലത്തൂർ കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. രാധാകൃഷ്ണൻ ചേട്ടൻ, അദ്ദേഹത്തെ പോലെ കറതീർന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഒരു അഡ്വക്കേറ്റ് ഷോൺ ജോർജിനോട് ഞാനൊരു കാര്യം പറയാണ്. അവർ പിണറായിയെ ഒഴിവാക്കാനുള്ള കാരണമായി അവർ പറയുന്നത് വ്യക്തിപൂജയ്ക്ക് CPM-ൽ സ്ഥാനമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പിണറായി ഒഴിവാക്കിയതെന്ന്. വ്യക്തിപൂജകൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടല്ലോ. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞല്ലോ. 2021 എല്ലാ പോസ്റ്ററിലും പിണറായി ഉണ്ടായിരുന്നു. പക്ഷെ ആ 2023 21 നിന്ന് 24 ആർക്കും പിണറായി വേണ്ടാതായി. കാരണം പിണറായി എന്ന കള്ള നാണയത്തിനെ, പിണറായി എന്ന തട്ടിപ്പുകാരൻ, ഇപ്പൊ ഞാൻ പറയുന്ന എന്ത് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ഏത് വഴിക്ക് പോയാലും പിണറായി കുറ്റക്കാരനാണെന്ന് കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട 20 നിയോജക മണ്ഡലങ്ങളിലും പിണറായി എന്ന് പറയുന്ന ഫാക്ടർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരാജയത്തിന് കാരണമായി എന്ന് മുഴുവൻ ആളുകൾക്കും അറിയാം. അപ്പൊ പക്ഷെ അത് തുറന്ന് പറയാൻ പിണറായി ഇപ്പൊ CPM അല്ലല്ലോ ഭരിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഈ നാട്ടിൽ ഉണ്ടാകണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപൂജ നടത്തുന്നവരുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനം ഇന്ന് ഇല്ലാതായിരിക്കുന്നു. അതിനെ സ്നേഹിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ കേസ് കൊടുത്തതിന് ശേഷം എന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെയുള്ള സീനിയർ അഭിഭാഷകരായി. ഞാൻ ഒരിക്കലും ഇവരെ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുൾപ്പെടെ ഇടത് സഹയാത്രികരും ഇടതുപക്ഷ ചിന്താകരുമായ 100 കണക്കിന് അഭിഭാഷകർ ഉൾപ്പെടെ എന്നെ അഭിനന്ദിക്കുകയും നീ ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്, നീ നടത്തുന്ന ഈ പോരാട്ടം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ രക്ഷിക്കുന്ന പോരാട്ടമാണ് എന്ന് എത്ര പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ആ മനസ്സ് കേരളത്തിൽ സാധാരണക്കാർക്ക് മാത്രമല്ല ഇടതുപക്ഷ പ്രവർത്തകർക്കും CPM-ന്റെ നേതാക്കൾക്കും ഉള്ളിലുണ്ട്. പക്ഷെ പറയാൻ പേടിയാണ്. പക്ഷെ അത് ഇനി പറഞ്ഞില്ലെങ്കിൽ പാർട്ടി കാണില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് സഹാക്കൾ എത്തിയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, എന്താ നമ്മുടെ ഇവർക്ക് വേണ്ടി ഏറ്റവും അധികം സംസാരിച്ചിരുന്ന പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു സൈറ്റ്, ആ സൈറ്റ്
എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നല്ലത്. പക്ഷെ അവർ നേരിന്റെ പക്ഷത്തേക്ക് ഇടത് പക്ഷ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതും തെറ്റാണെന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു പാർട്ടി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവരെ ഹൈജാക്ക് ചെയ്തു എന്നാ പറയുന്നത്, പണം കൊടുത്തു. അതെ, അവരെ ഹൈജാക്ക് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അവരൊക്കെ ശരിക്കും ഇടതുപക്ഷ നിലപാടിൽ നിൽക്കുന്ന ഒരു സൈറ്റായിട്ടാണ് എനിക്ക് പലപ്പോഴും അവരുടെ നിലപാടുകൾ കൊണ്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും അവർക്കും പിണറായിയെ സംരക്ഷിക്കേണ്ട ഗതികളിലേക്ക് ആ സൈറ്റ് പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരും അടുത്ത് കാണും. ന്യായീകരിക്കുന്നതിന് ഒരു പരിധി. ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിനോട് എന്റെയും ഈ പ്രേക്ഷകരുമൊക്കെ ഏറ്റവും പിന്നെ എന്താ പറയാ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ വസ്തുത എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കേസ് തെളിയിക്കപ്പെടുമോ? അതായത് പിണറായി വിജയൻ അല്ലെങ്കിൽ വീണ വിജയൻ അഴി എണ്ണേണ്ടി വരുമോ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ കേസ് തെളിയിക്കപ്പെട്ടിരിക്കും. കുറ്റക്കാര് ഞാൻ ആരും മുൻവിധിയോടുകൂടി ഒന്നും പറയില്ല. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പിണറായി വിജയനും മകളും ഈ വിഷയത്തിൽ കുറ്റക്കാരാണ്. ഇനിയും ഇപ്പോ SFI അന്വേഷണം നടക്കുന്നു, അതോടൊപ്പം EDയുടെ അന്വേഷണം മുമ്പോട്ട് പോകുന്നുണ്ട്. എൻ്റെ പ്രതീക്ഷ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ CMRലെ അഴിമതിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ SFI അന്വേഷിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഈ അഴിമതി ഉണ്ടായി, എന്തുകൊണ്ട് ഈ കാശ് മേടിച്ചു എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോട്ടപ്പള്ളിയിൽ ഉൾപ്പെടെ നടക്കുന്ന കാലങ്ങളായി, അതും 2 പതിറ്റാണ്ട് കാലമായി നടക്കുന്ന കരിമണൽ ഖനനത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകണം. അതിന്റെ പുറകിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകണം. തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളെക്കുറിച്ചും ഈ ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ തന്നെ തീർച്ചയായിട്ടും അതിനുള്ള നിയമ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നതാണ്. ഈ കർത്തയും പിണറായിയുമായി തമ്മിലുള്ള ബന്ധം അതെന്താണ്? എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് തുടങ്ങുന്നത് എന്തിനാണ്? അയാൾ കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. അയാള് നിയമപരമായും അല്ലാതെയും ഒക്കെ കാശുണ്ടാക്കാൻ നോക്കും. അയാൾ നടത്തുന്ന കമ്പനി എന്താണ്? അയാൾ ഇലുമിനേറ്റ് ആണ് അയാളുടെ കമ്പനിയുടെ റോ മെറ്റീരിയൽ. ആ റോ മെറ്റീരിയൽ അതിപ്പോ അയാളെ കുറ്റം പറയാൻ പറ്റുമോ? ലോകത്തെ ഏത് വ്യവസായിയും അയാളുടെ ഫാക്ടറിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ ഏറ്റവും വില കുറച്ച് എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കും. അത് ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് കേരളത്തിലാണ്. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം മുഖ്യമന്ത്രിയെ പോറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ കയ്യിലെടുത്തുകൊണ്ട് ആ മുഖ്യമന്ത്രിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് നിയമത്തെ കാറ്റിപ്പറത്തി, പരിസ്ഥിതിയെ കാറ്റിപ്പറത്തി ഇലുമിനേറ്റ് കേരളത്തിന്റെ തീരദേശത്തു നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിന് കർത്താണോ കുറ്റക്കാരൻ? അതിന് കൂട്ടുനിന്ന ഈ നാടിനെ സംരക്ഷിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വമാണോ അതിന്റെ കുറ്റക്കാരൻ? ഞാൻ കർത്തായെ കുറ്റം പറയില്ല. അയാളെന്നല്ല, അയാളുടെ സ്ഥലത്ത് വേറെ ആരാണെങ്കിലും അയാൾക്ക് കിട്ടേണ്ട റോ മെറ്റീരിയൽസ് എവിടുന്ന് കിട്ടുന്നു അത് വില കുറച്ച് മേടിക്കണമെങ്കിൽ ഇപ്പൊ 100 രൂപയുടെ സാധനം 2 രൂപയ്ക്ക്, ഇപ്പൊ അങ്ങനെയാണ് കിട്ടുന്നത്. 100 രൂപയുടെ സാധനം 2 രൂപയ്ക്ക് 10 രൂപ കൈക്കൂലി കൊടുത്താൽ കിട്ടുന്നുണ്ടെങ്കിൽ 12 രൂപയ്ക്കൊക്കെ കിട്ടില്ലേ? അയാൾ ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് 100 രൂപയാണ്. ഇവിടെ 10 രൂപ കൈക്കൂലി കൊടുത്താൽ അയാൾക്ക് 12 രൂപയ്ക്ക് സാധനം കിട്ടുമെങ്കിൽ അയാൾ അത് മേടിക്കുന്നതിന് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അതിന് കൂട്ടു നിൽക്കേണ്ട രാഷ്ട്രീയ നേതൃത്വമാണ് കുറ്റക്കാർ. അവസാനമായി ഒരു ചോദ്യം കൂടി. ഈ നിയമ പോരാട്ടം ഇത് ആരംഭിച്ചപ്പോൾ താങ്കൾ ഒറ്റയ്ക്കായിരുന്നു. ഇന്നിപ്പോൾ ഒരു വലിയ ജനസമൂഹം താങ്കളെ പിന്തുണയുമായി പുറത്തുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടി എന്നോ ഒന്നും വേർതിരിവില്ലാതെയാണ് താങ്കളെ പിന്തുണയ്ക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ഈ യാത്രയിൽ എപ്പോഴെങ്കിലും താങ്കൾക്ക് ഭീഷണി ഉയർന്നിട്ടുണ്ടോ? വളരെ സത്യസന്ധമായി പറയട്ടെ, എനിക്ക് ഇന്ന് വരെയും യാതൊരു തരത്തിലുള്ള നമ്മൾ എന്തിനും ആവശ്യമില്ലാതെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഈ നിമിഷം വരെ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നില്ല. എൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഔദ്യോഗിക വാഹനം അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവർ ഉണ്ടാകുക. ഞാൻ അല്ലാത്ത സമയത്ത് നല്ലൊരു ശതമാനം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇന്ന് വരെ ഈ നിമിഷം വരെ എനിക്ക് ഒരു ഭീഷണിയും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. താങ്കളുടെ ഈ നിയമ പോരാട്ടം തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.